ചേച്ചി അത് കെ മുരളീധരനും അതുപോലെ പത്മജി വേണുഗോപാലിനും തമ്മിലുള്ള പാർട്ടി പൂർത്തിയാക്കുന്ന സമയത്ത് ഈ വീടിരിക്കുന്ന സ്ഥലവും മറ്റും പത്മജി വേണുഗോപാലിനാണ് അന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുരളി മന്ദിരം സ്മൃതി മണ്ഡപം ഇരിക്കുന്ന ഭാഗം പത്മജ വേണുഗോപാലിന്റെ ഉടമസ്ഥതയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായ സമയത്തെല്ലാം ഈ മുരളി മന്ദിരത്തിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയിരുന്നത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിൽ നിന്ന് ഇവർ ഡൽഹിയിലേക്ക് പോകുന്നത്. പിന്നീടാണ് BJP ചേരുന്നത്. ഇപ്പോൾ തിരിച്ച് തിരുവനന്തപുരത്തെ ശേഷം കൊച്ചിയിലെത്തി. പിന്നീടാണ് ഇപ്പോൾ മുരളി മന്ദിരത്തിൽ ഒരു അപൂർവമായ ഒരു സന്ദർഭം കൂടിയാണ് ഒരുപക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത്. മുരളി മന്ദിരം ഒരിക്കൽ പോലും BJPക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു മേഖലയായിരുന്നില്ല. മുരളി മന്ദിരം കെ കരുണാകരന്റെ സർവാധിപത്യത്തിൽ കേരളത്തിലെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഒരു വീടായിരുന്നു ഒരു കാലത്ത്. പിന്നീട് കോൺഗ്രസുകാരുടെ ഒരു കുടുംബ വീട് എന്ന രീതിയിലായിരുന്നു മുരളി മന്ദിരം നിന്നിരുന്നത്. കെ കരുണാകരൻ വരുമ്പോഴെല്ലാം ആയിരക്കണക്കിന് പേർ വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തിച്ചേരുമായിരുന്നു കെ കരുണാകരനെ കാണാൻ. അതുപോലെ തന്നെ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി ദിനത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കരുണാകരനെ മുഖം കാണിക്കാൻ എത്തുന്ന സ്ഥലം കേരളത്തിലെ ഭരണം നിയന്ത്രിക്കാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ എത്തിച്ചേർന്നിരുന്ന മുരളി മന്ദിരം ഇപ്പോൾ പക്ഷേ BJP നേതാവിന്റെ വീടായി സ്ഥലമായി മാറിയിരിക്കുന്നതെന്ന ഏറെ കൗതുകരമായ ഒരു കാര്യം കൂടിയുണ്ട്. മുരളീധരൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം റിപ്പോർട്ടറിനോട് പറഞ്ഞത് ഈ സ്ഥലത്ത് എനിക്ക് കൂടി അവകാശമുണ്ട് എന്നതാണ്. അത് നിയമപരമായ ഒരു അവകാശമല്ല, ഒരു ആത്മബന്ധവും രക്തബന്ധവും ഉൾപ്പെടുന്ന ഒരു അവകാശവാദമായിട്ടാണ് കെ മുരളീധരൻ അന്ന് പറഞ്ഞത്. ഏതായാലും വരും നാളുകളിൽ BJP പ്രവർത്തകരുടെയും അതുപോലെ തന്നെ BJP നേതാക്കളുടെയും കൂടി ഒരു സംഗമഭൂമിയായി തൃശ്ശൂരിലെ കെ കരുണാകരന്റെ സ്വന്തം വീട് മാറുന്നു എന്ന ഒരു കൗതുകവും വിചിത്രവും നിറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി മുരളി മന്ദിരത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാകും. അല്പസമയത്തിനകം തന്നെ പത്മജ വേണുഗോപാൽ പുറത്തിറങ്ങി മാധ്യമങ്ങൾ കാണും. ഒരുപക്ഷെ അവർ മുരളി മന്ദിരം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനുള്ള സാധ്യത. സാധാരണ അത്തരം പുഷ്പാർച്ചനകളൊന്നും പത്മജ വേണുഗോപാൽ നടത്താറില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത്തരമൊരു പുഷ്പാർച്ചന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല BJPയുടെ നേതാക്കൾ പല നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മോഡിജി പിന്നെയും വന്നുകൊണ്ടേയിരിക്കണ്ടല്ലോ വേണം. പാലക്കാട് വരുന്നുണ്ട് കേട്ടോ. കാണാൻ പുറത്തു വെച്ച് കാണാൻ എക്സ്പീരിയൻസ് ഉള്ള കാരണം പെട്ടെന്ന് സുരേഷ് ഗോപി ഏട്ടൻ മിക്കവാറും ക്രിസ്ത്യൻസിനെ നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടിട്ട് കുറെ പാടുപെടുന്നു. കോൺഗ്രസ്സുകാരിയായി ഇവിടെ പോകുന്നു, BJPക്കാരിയായി തിരിച്ചു വരും. കോൺഗ്രസ്സുകാരിയായി ഇവിടെ പോകുന്നു, BJPക്കാരിയായി തിരിച്ചു വരും. ഈ ഒരു മാറ്റം ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏത് കാലം മുതൽ? ആദ്യഘട്ടത്തിൽ തോൽപ്പിച്ചാണോ രണ്ടാം ഘട്ടത്തിൽ തോൽപ്പിച്ചാണോ? രണ്ടാം ഘട്ടത്തിൽ തോൽപ്പിച്ചപ്പോഴാണ് എനിക്ക് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായത്. അന്ന് തന്നെ BJPയിൽ പോകാൻ തീരുമാനിച്ചിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പാർട്ടി വിട്ടു പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരുടെ മാതിരി ആയാലും അവരുടെ അതേ ലെവലിലേക്ക് ഞാൻ താഴേണ്ടി വരും. അല്ല, ഇനി പറയാതിരിക്കുന്ന കാര്യമില്ലല്ലോ ചേച്ചി. ഇല്ല, ഞാനത് പറയാൻ ഉദ്ദേശിക്കില്ല. പറയാം. TM പ്രതാപൻ നിങ്ങൾക്കറിയാലോ. അല്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പറയുന്നത് പോലെയല്ലോ. TM പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടോ ചോദ്യം. അല്ല, ഇവിടെ MP ആയിരുന്നു കൂടി പറഞ്ഞതാ. MP-മാര് തോപ്പിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല, ചേച്ചി തന്നെ പറയണത്. അതാ ഞാൻ പറഞ്ഞ, എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. എന്നെ തോൽപ്പിക്കാൻ നിന്നതിൽ 2-3 പേര് മുരളിയേട്ടന്റെ ജീപ്പിന്റെ കൂടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അതാരാ നിങ്ങൾ കണ്ടു? 3 പേരാണ് നിന്നത്. ഒന്ന് MP വിൻസെന്റ്, ജോസ് വള്ളൂര്, TN പ്രതാപൻ. ഇതിൽ ആരൊക്കെയാണ്? ജോസ് വള്ളൂര് നിൽക്കുന്ന ആളെ. അപ്പൊ MP വിൻസെന്റും TN പ്രതാപനും അല്ലേ? നിങ്ങൾ ആലോചിച്ചാൽ 3 പേരേ ഉള്ളൂ. അല്ലാത്ത ആളുകളും ഉണ്ട് ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കൾ. ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞു, എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ. അല്ല, ചേച്ചിയോടുള്ള വിരോധം എന്താ ഈ തോൽപ്പിക്കാൻ? പാവം മുരളിയേട്ടൻ അവിടെ വടകര ഒന്ന് ജയിച്ചു പോയാണ്. എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട്
ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നില്ല. അതിനർത്ഥം കെ മുരളീധരൻ തോൽക്കുന്നാണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ടത്, ജാതകപ്രകാരം ഈ സമയം നോക്കണം, എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ്, തൃശ്ശൂർ നല്ല ആളുകളുണ്ട്, പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തികെട്ടവർ. അവരുടെ അടുത്ത് ഓടിപ്പോയാൽ എനിക്ക് വളരെ സന്തോഷം. താങ്കളോട് ചെയ്ത പോലെ തന്നെ മുരളീധരനോടും ചെയ്യുന്നതാണോ പറയുന്നത്? ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ടാണ് നേതാക്കൾ നന്നായി പോയില്ല. ഇവിടെ ആർക്കാണ് ജയസാധ്യത? അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി തന്നെ ജയിക്കുന്നതാണ്. സുരേഷ് ഗോപി തന്നെ ജയിക്കുന്നതാണ്. മുരളീധരൻ തോക്കും. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ സുരേഷ് പറ്റില്ല. ഗോപി ജയിക്കുമ്പോഴായാലും മുരളീധരൻ തോൽക്കണല്ലോ. നിങ്ങൾ തീരുമാനിച്ചോളൂ. 98 ആവർത്തിക്കോ? അങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഇപ്പം ഇവിടെ മുരളിയേട്ടൻ ശരിക്കും വടകര സുഖകരമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു. എന്തിനാണ് മുരളിയേട്ടൻ അവിടെ കൊണ്ടിട്ടത്? അത് ചേച്ചി വന്നുകൊണ്ടാണെന്ന് അവർ പറയണത്. അപ്പം എനിക്ക് വലിയില്ല എന്നല്ലേ പറഞ്ഞത്. എനിക്ക് കഴിവില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ? ഈ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഇരിക്കുമ്പോഴാണ്, ഇപ്പൊ BJP നേതാക്കൾക്കും ഇരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ഇപ്പോൾ വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നത്. ഞാൻ പാർട്ടി നോക്കിയിട്ടോ ജാതി മതം നോക്കിയിട്ടോ സ്നേഹിക്കുന്ന ഒരാളല്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പം ഇത് ഇവിടെ നിൽക്കുന്ന ശീതള എൻ്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളാണ്. ആളൊക്കെ വരുമ്പോൾ പിന്നെ പഴയൊരു എന്താ പറയണ്ട, പലരും പഴയ കോൺഗ്രസ്സുകാരാണ് BJPയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്ന ആളെ എൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തണത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല. അപ്പോൾ പുതിയ ആളുകൾ വന്നു, അവരായിട്ട് ചേച്ചി കുറി ഇടുന്നതിന് പ്രതിസന്ധി ഉണ്ടായിരുന്നു കോൺഗ്രസ് നിൽക്കുമ്പോൾ? ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു 2-3 ദിവസം അടുപ്പിച്ച് പോയപ്പോൾ ഇവരൊക്കെ തന്നെ, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ്, ഞാൻ എപ്പിച്ച് അങ്ങനെ കുറി ഇട്ട് നടക്കും, അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറി കോൺഗ്രസ്സുകാർ തന്നെ ഞാൻ ഈ പറഞ്ഞ ആളുകൾ. അതെന്താ അവർക്ക് അങ്ങനെ പ്രതിസന്ധി? ഷാഫി പറമ്പിൽ അതിന് മറുപടി നൽകിയത് കരുണാകരന്റെ മകൾ അങ്ങനെ പറയരുതായിരുന്നു എന്നാണ്. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് താങ്കളോട് എന്താണ് ഇങ്ങനൊരു? അല്ല, യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊട്ടി മുളച്ച കുറേ ആളുകളല്ലേ ഈ ചാനലിൽ ഇരുന്നുണ്ട്, വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായത്. അവരോട് പറഞ്ഞാൽ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞത്. കാരണം അവരെങ്ങനെ വലുത് ഇപ്പം എന്തിനാണ് ഷാഫീനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടില്ല എന്ന് മനസ്സിലായോ? പാലക്കാട് രാഹുൽ മാമൂട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വഴിക്ക് 2 വർഷം അയാളും ജയിച്ചു പോകുമ്പോഴും ഇയാൾ MLA ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ മാമൂട്ടി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആളല്ല. ഈ പറയുന്ന എൻ്റെ സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡൻ്റായ ആളാണ്. ഞാൻ ഒരു പാർട്ടിയിലെ സഹിക്കാണ്ട് ഓടിപ്പോയതാണ്. ഈ സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പോൾ? ഏതാ അല്ലെ, രാഷ്ട്രീയത്തിൽ സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ രാഷ്ട്രീയം വേറെ, അദ്ദേഹത്തിന് ഞാൻ, പക്ഷെ അദ്ദേഹം ഏട്ടനാണ് എന്ന് എനിക്കറിയാം, എൻ്റെ രക്തമാണെന്ന് അറിയാം. മുരളിയേട്ടൻ NCPയിലും ഒന്നും പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിനൊരു കുറ്റം പറഞ്ഞില്ല. ഞാൻ ഉറച്ച കോൺഗ്രസ് ചാടിതൊലി വല്ലതും പറയുന്നില്ല. പത്മജ വേണുഗോപാൽ കെ മുരളീധരനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യം നോക്കുമ്പോൾ താമരയ്ക്ക് മറുപടിയില്ല എന്നാണ് ഒരു പരിഹാസം വേണമെന്നാണ് പറയുന്നത്. അതെ, കാരണം എൻ്റെ പേര് അതാണ്. അതുകൊണ്ട് അത് പത്മജയോടെന്ന് പറഞ്ഞാൽ താമരാന്നാക്കി. പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവസാനം BJPയിൽ എത്തിയെന്നാണോ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അച്ഛനല്ലേ പേരിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ. അച്ഛന് ദീർഘോഷം ഉണ്ടായിരുന്നു. അച്ഛന് ദീർഘോഷം ഉണ്ടായിരുന്നു. അച്ഛനുണ്ടാവുമായിരിക്കും. കാരണം എനിക്ക് സംശയമുണ്ട്, എൻ്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയാൽ. കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛൻ്റെ മന്ദിരം പണിയാണ്. 1 കൊല്ലത്തിനോട് ഞാൻ 3 കൊല്ലം ഞാൻ KPC ബസ്സിൻ്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുണ്ട്. അവർ പണിയാനുള്ള ഒരു ഇതുമില്ല. അച്ഛൻ്റെ ഇത് വരുമ്പോൾ അവരേതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ്, മറ്റേ പിരിവ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല. അതായിരുന്നു എൻ്റെ അവസാനത്തെ ഒരു പിടിവള്ളി. ഇതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോൽപ്പിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് തൃശ്ശൂർ ഇറങ്ങി. സുരേഷ് ഗോപി അല്ലല്ലോ എന്നെ തോൽപ്പിച്ചത്. സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിച്ചേ. പക്ഷെ കൂടെ നിന്നവർ കാലുമായിട്ട് കണ്ടപ്പോൾ ഞാനൊരു 20,000 വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ലാന്നാണ് ഇത്രയും കാലം ഞാൻ അയച്ചത്. കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവൻ മാർക്സിസ്റ്റ് പാർട്ടി പോയി. പക്ഷേ പിന്നെ എന്താ ഉണ്ടായത്, ഈ മറ്റേ ഇവരെല്ലാവരും കൂട്ടം കൂടിയിട്ട് എന്നെ ഇതാക്കി. ഒരു ഇലക്ഷന് മുമ്പ് മണ്ഡല ബസ്സന്മാരൊക്കെ മാറ്റുന്ന കേട്ടിട്ട് ആ മണ്ഡല ബസ്സന്മാർ മുഴുവൻ എനിക്കെതിരെ. അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ട് ഞാൻ ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് 22 ലക്ഷം രൂപ വാങ്ങി. DC പ്രസിഡന്റ് വിൻസെന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, KPC വന്നിട്ടുണ്ടല്ലോ പൈസ പറഞ്ഞപ്പോൾ
എന്നാൽ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കങ്ങളാരും ഉണ്ടാവില്ല എന്ന് ഭീഷണിപ്പെടുത്തും. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടുന്നാ കേരള ചോദിച്ചപ്പോൾ ആ ചേച്ചി അവിടെ വന്നാൽ മതി, എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറും കേട്ടോ, ഞാൻ പ്രശ്നമുണ്ടാക്കി. അപ്പോഴേക്കും അവിടുന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അറിയാം. അല്ലെങ്കിൽ ഞാൻ അവിടെ റോഡിൽ ഇറങ്ങി നിന്നേനെ എൻ്റെ സ്വഭാവത്തിൽ. പക്ഷേ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ല, പത്മജ ഓട്ട് പ്രതാപൻ എന്ന് ഞാനല്ല എഴുതിയത്. ആ ഒരു ചേച്ചിയുടെ 22 ലക്ഷം രൂപ മേടിച്ചിട്ട് ചേച്ചിയെ വണ്ടിയിൽ പോലും കയറ്റിയില്ല. ആ പൈസ എന്ത് ചെയ്തു? നമുക്കൊരു ആക്ഷേപമുണ്ടോ ആ പൈസ അവര് വേറെ എന്തെങ്കിലും വക മാറ്റിയെന്നൊരു? തീർച്ചയായിട്ടും അതൊന്നും. കാരണം KPCC ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയാം. എത്ര രൂപ? അവിടെ 10-12 കൊടുത്തു. എത്ര ചെലവായി? അവരോട് ചോദിക്കണം, അവരൊക്കെ നല്ലോണം എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ സുധാകരന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു, കാണാൻ പറ്റിയില്ല. സുധാരേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരുടെ അടുത്ത്. സുധാകരന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? സുധാരേട്ടൻ മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയത്. കാരണം എന്നെ ഒരു സ്വന്തം ഒരു അനിയത്തിരമാരിയുള്ള സ്നേഹമായിരുന്നു സുധാരേട്ടനെ വിട്ടു വന്നപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സൊന്നും ആടിയത്. വേറെ ആരുടെ അടുത്ത് എനിക്ക് ഒന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ മുരളീധരനെ ഏട്ടനായിട്ട് ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ പത്മജയുടെ നിലപാടൊന്നും ശരിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എടുത്ത ഈ രാഷ്ട്രീയ നിലപാടിനൊപ്പം സഹോദരനും നാളുകളിൽ വരും എന്ന് വിചാരിക്കുന്നുണ്ട്. സഹോദരൻ മാത്രമല്ല സഹോദരനും വരും. അതൊന്നും എനിക്കറിയില്ല. ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായി. അല്ല, ആള് 3 പാർട്ടി പോയ ആളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ മാറി ചിന്തിക്കേണ്ടി വരും. ആൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും. പാർട്ടി പറഞ്ഞിറങ്ങും. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും. പുതിയ ബന്ധുക്കൾക്ക് തുറന്നു കൊടുത്തേക്കാണോ? അല്ല, ഞാൻ എൻ്റെ വീടല്ല. ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണ്. അപ്പോൾ എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് കിട്ടാൻ പോകില്ല. അപ്പോൾ പകുതി മുരളിയേട്ടൻ്റെ പേരിലും കിടന്നോട്ടെ, പകുതി എൻ്റെ പേരിലുമാണ്. ഈ കഴിഞ്ഞ ദിവസം അതെ, കാരണം ഞാൻ വിചാരിച്ചു മുരളിയേട്ടൻ തൊഴാൻ വരുമ്പോൾ ഒരു വേറെ കയറി വന്നു തോന്നുന്നത്. എന്നും അനിയത്തിയാണുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഈ കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞിരുന്നു ഒരു BJP-ക്കാരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി ഇല്ലാന്ന്. അതെന്താണ് പറയാനുള്ളത്? നാളെ ഇപ്പോൾ വേഗം മാറ്റി പറഞ്ഞു. പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയാൽ കൂടുതൽ വോട്ട് കിട്ടും, അവരിറങ്ങണമെന്നാണ് കരുണാകരന്റെ പഴയ ശിഷ്യനോട് ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, മുരളീധരൻ പറയുന്നത്. അത്ര മോശമാണോ? അതെ, പിന്നെ ഇങ്ങനെ എന്നെ പേടിക്കണേ, എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നെ വിട്ടേക്ക്, ഞാൻ എൻ്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം. ഈ മുരളി മന്ദിരം BJP പ്രവർത്തകർക്ക് തുറന്നു കൊടുക്കുന്നു. എന്നെ കാണാൻ വരുന്ന ആർക്കും തുറന്നു. പണ്ടും ഇവിടെ എല്ലാവരും വരാറുണ്ട്. എനിക്കങ്ങനെ ജാതി മതം പാർട്ടി ഒന്നും ഇല്ലാതെ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർക്ക് വരാനും കൂടി ഉള്ളതല്ലേ. കരുണാകരൻ്റെ ഒസ്യത്താർക്കാം 2000 സ്വത്തുവലുണ്ടായില്ലേ ലെഗസി ആകെ 2. അതൊക്കെ ആരും വേണമെങ്കിൽ തീരുമാനിക്കും. ജനങ്ങളാണ്, ഞാനല്ല തീരുമാനിക്കുന്നത്. ഞാൻ എൻ്റെ അച്ഛനായിട്ട് സ്നേഹിക്കും. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ അധികാരം പിടിച്ചു പഠിക്കും. പിന്നെ എനിക്ക് ഒരു കാര്യം സമാധാനമുണ്ട്, മുരളിയേട്ടൻ 17 കൊല്ലം തിരിഞ്ഞ് നോക്കാതിരുന്നിട്ടും ഞാനാണ് എൻ്റെ അച്ഛനെ അവസാനം വരെ പൊന്നു പോലെ നോക്കിയത്. അത് എവിടെ വേണമെങ്കിൽ ഞാൻ വരും. അവസാനത്തെ 8 മാസം വീട്ടിൽ കിടക്കാത്ത ആളാണ്. ഇപ്പം മുരളിയേട്ടന് വലിയ അവകാശം. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും കൃത്യമായി പറഞ്ഞത് കോൺഗ്രസ് വിട്ട് ഒരിക്കലും പോകില്ല, കോൺഗ്രസ് വരെ അവസാന ശ്വാസം വരെ തുടരുന്നതാണ്. അപ്പോൾ ഒരു ഐഡിയോളജിക്കൽ ചേഞ്ച് അത് BJP പോലൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ അതെങ്ങനെയാണ് ഈ ഐഡിയോളജിക്കൽ ഒരാൾക്ക് കോൺഗ്രസ്സുകാരിയായിട്ട് അങ്ങനെ അല്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ ദിവസം പോയ ആളാണ്. ഞാനൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഒരു വർഗീയ പാർട്ടിയാണ്. കാരണം മുസ്ലിംസും വാരണാസിയിലൊക്കെ ഞാൻ പോയതാണ്. അവരൊക്കെ മോദിജിക്കാണ് വോട്ട് ചെയ്യുന്നത്. BJP-നേക്കാളും കൂടുതൽ മോദിജി എന്ന വ്യക്തിയോടുള്ള താല്പര്യമാണ് അവർക്ക്. അവർ ചോദിക്കുന്നത് നിങ്ങൾ കേരളക്കാർക്ക് എന്താ ബുദ്ധിമുട്ട്? താങ്കൾ ഇനി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. എനിക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും പണ്ടും എനിക്ക് ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയായിരിക്കും ഞാൻ ഒത്തിരി ജനസേവനം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അവരുടെ ദാരിദ്ര്യം വിറ്റ് മുതലാക്കാറില്ല. ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിലും ഇടില്ല. ഞാനത് വിഡ്ഢിയാണോ എന്ന് കാലം തീരുമാനിക്കും. കോൺഗ്രസ്സുകാർ മുരളി മന്ദിരത്തിലേക്ക് വന്നാൽ തടയും? ഇല്ല, ആർക്കും വരാം. അച്ഛനെ സ്നേഹിക്കുന്ന ആർക്കും വരാം. ഈ താങ്കളുടെ മാതാപിതാക്കളെ ആക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അതിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല അതിനെതിരെ പ്രതികരിച്ചില്ല. എന്താണ്? അതായത് അതിൽ മാത്രമാണ് എൻ്റെ അമ്മയല്ലേ മുരളീധരൻ.
അല്ലേ? അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ ബാക്കിയൊക്കെ പോട്ടെ, പെങ്ങളെ പറ്റി പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്നതാണ്. സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുള്ളേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുള്ളേട്ടനോട് വിഷമം അത് ചെയ്യാൻ പറഞ്ഞത്. സൈബർ ഇടങ്ങളിൽ താങ്കൾക്കെതിരെ വളരെ മോശമായ രീതിയിലൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതുണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി എന്താണ്? എനിക്ക് അവർക്കൊരു മറുപടിയും കൊടുക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും പല പ്രവർത്തകന്മാർക്കും അറിയില്ല. ഞാൻ ആരോടും പറയാറില്ല. ഞാൻ നേതൃത്വത്തിനോട് പറയും എന്നല്ലാതെ ജനങ്ങളോട് ഒരിക്കലും ഞാൻ പാർട്ടീനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു വേദന അവർ പറഞ്ഞു. പിന്നെ ഇതിൽ പകുതിയും കോൺഗ്രസ്സുകാരല്ല, പകുതിയും മാർക്സിസ്റ്റുകാരാണ്. എനിക്കറിയുന്ന വ്യക്തികളെ ഞാൻ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി. അതാണ് അവരാഗ്രഹം. താങ്കളുടെ വർക്ക് ഹോം ചേച്ചി, രണ്ട് കാര്യങ്ങൾ. ഈ പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കണമോ, ഏക സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവന്നതിനെ അനുകൂലിക്കുമോ? ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ പലതും എനിക്ക് പഠിക്കാനുണ്ട്. പഠിച്ചിട്ട് എനിക്ക് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഏത് പറഞ്ഞാലും നമ്മൾ സൂക്ഷിച്ച് കണ്ടും, കാരണം എനിക്ക് മുമ്പുണ്ടായിരുന്ന അഭിപ്രായങ്ങളല്ല എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി ഞാൻ അഭിപ്രായങ്ങൾ പറയാൻ പേടിക്കുന്ന ആളല്ല, ഏത് പാർട്ടിയിലായാലും. പക്ഷേ ഒരു അച്ചടക്കം ഉണ്ടല്ലോ പാർട്ടിയുടെ, അതനുസരിച്ച് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ എന്തായാലും ഉത്തരം തരും. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് മെൻ്റലി ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കെ കരുണാകരൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ BJP ആകുമായിരുന്നു? എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അച്ഛൻ അത്രയും വിഷമിച്ചിട്ടാണ് പോയത്, ഭൂമിയിൽ നിന്ന് പോയത്. അത്രയും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അവമാനിച്ച് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട ഞാനൊരാളേ ഉള്ളൂ. മുരളിയേട്ടൻ കണ്ടിട്ടില്ല അതൊന്നും. ഞാനാണ് അച്ഛൻ്റെ കൂടെ നിന്ന് എല്ലാ സങ്കടങ്ങളും കണ്ടിട്ടുണ്ട്. കോൺഗ്രസിനെ കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ടുള്ളവരാണ്. BJP വർഗീയ പാർട്ടി അല്ല എന്നുള്ള തോന്നൽ അതുണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ്? കുറച്ച് കാലമായി ഒരു പാർട്ടീനെ പറ്റി പഠിക്കുമ്പോഴല്ലേ നമുക്ക് അതിനെ പറ്റി പറയാൻ. ഞാനിപ്പോൾ കുറച്ച് 3 കൊല്ലം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഈ പാർട്ടി വേണ്ട എന്നൊരു തോന്നൽ എനിക്കില്ല. ഇങ്ങനെ ചതിയന്മാരെ കൂടെ നിൽക്കാൻ വയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ പാർട്ടീനെ പറ്റിയിട്ടും ഓരോ വിഷയങ്ങളും നടത്തിയപ്പോൾ ഈ പറയുന്ന മാതിരിയല്ല, അത്ര മോശമല്ല ഇതിൻ്റെ ഉള്ളിലെന്ന് എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് ഒരു മതേതര പാർട്ടി അല്ലേ? ആണ്, മതേതര പാർട്ടിയൊക്കെയാണ് അവരുടെ ആവശ്യം അനുസരിച്ച്. പാർട്ടി അവരുടെ സൗകര്യമാകുമ്പോൾ അവർ അതെടുക്കും, അല്ലെങ്കിൽ ഇപ്പം അവരും തുടങ്ങിയല്ല മൃദുവും ഇപ്പോഴാണ് തുടങ്ങിയത്. ഈ ചന്ദനശോധന ഇരുന്നപ്പോൾ ഉള്ള രൂക്ഷമായിട്ടുള്ള നോട്ടങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് അതിന് ആ സമയത്ത് പ്രതികരിക്കാൻ സാധിച്ചില്ല? അല്ല, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആൾക്കാർ കമൻറ്റ് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം അവർ നമ്മളങ്ങനെ കളിയാക്കണവർ നോക്കുക, അത് പറഞ്ഞുണ്ടാക്കണത് ഈ ശത്രുക്കൾ തന്നെയാണ്. ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട് ഈ തൃശ്ശൂർ ടൗണിൽ. അതാ പേരുകൾ എല്ലാവർക്കും മുഹമ്മദ് വലിയ ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. സ്ത്രീകളെ അവഗണിച്ചു, പ്രത്യേകിച്ച് BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ടവരൊക്കെ വരും. നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നുണ്ടോ നിങ്ങളെ അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങിപ്പോയിട്ട് തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് LDFിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് എന്തൊക്കെ ഓഫറുകളാണ് വെച്ചത്? ആരായിരുന്നു? ഒരിക്കലും ആരോടും ചേച്ചി സമീപിച്ചിരുന്നു? എന്നെ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു. ആര്? അത് പറയാൻ പറ്റില്ല, അത് ഞാൻ പറയില്ല. കാരണം എന്താ അറിയോ, അവരൊക്കെ വലിയ നേതാക്കൾ. എന്തിനാ ഞാൻ LDFിന്റെ വലിയ നേതാക്കൾ LDFിലേക്ക് കൊണ്ടുവരാൻ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അന്നും എൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ പ്രവർത്തനത്തിനൊന്നും പോയുമില്ല, പറഞ്ഞിട്ട് ഞാൻ വരില്ല. കാരണം അവിടെ ഞാൻ പറഞ്ഞു എന്നാലും അവർ ജയിക്കും. പക്ഷെ അവരൊക്കെ പോലും ഒതുക്കിയിടാണ് ഇപ്പോൾ. അല്ല, അതാരായിരുന്നു? കോടിയേരി ആയിരുന്നു അതിന്റെ? അങ്ങനെ കോടിയേരി എൻ്റെ ബന്ധുവാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹം തന്നെ വിളിച്ചില്ല. പിന്നെ ആരൊക്കെയാണ് വിളിച്ചത്? ജില്ലാ നേതാക്കളാണോ അതോ സംസ്ഥാന നേതാക്കളാണോ? അത് പറയില്ല. അപ്പൊ അങ്ങനെ ഒരു കോള് വന്നിരുന്നു. എന്തായിരുന്നു അവർ മുന്നോട്ട് പറഞ്ഞിരുന്നത്? പത്മജ വരൂ എന്ന് പറയാനായിട്ട് മുന്നോട്ട് വെച്ചത് എന്തൊക്കെയാണ്? അല്ലല്ല, അങ്ങനല്ല. പത്മജയ്ക്ക് തരാം, അല്ലെങ്കിൽ വന്നാൽ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇവിടുത്തെ പത്രക്കാർക്ക് എന്നാ ഞാൻ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന ആളാണെന്ന് തോന്നിയത്. അല്ല ചേച്ചി, ഒറ്റ കാര്യം, ഇല്ലില്ല, ഞാൻ ഈ BJPയിൽ അവസാനം അത് എന്നെ അവമാനിക്കണ വരെയും. അപ്പോൾ എനിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടി വർക്ക് ചെയ്യാൻ പറ്റാത്ത, അതാണ് ഞാൻ ഇങ്ങനെ കയറിയിരുന്നത്. ഈ ബെഹ്റയുടെ പാല എന്താ? സത്യം പറയട്ടെ, 1.5 കൊല്ലം
കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് കോൺഫറൻസിനാണ് എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. എന്നെ ഒരു സ്വന്തം സിസ്റ്റർമാരിയാണ്. എന്തൊക്കെയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞ് എന്നാൽ കഴിച്ചിട്ട് പോകേണ്ട സമയമില്ല. ഇത്രയാണ് ഞങ്ങൾ 1.5 കൊല്ലത്തിനുള്ളിൽ സംസാരിച്ചത്. ഈ സംഭവത്തിന് ശേഷം വിളിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. പേടിയിൽ വിളിച്ചു. അപ്പോൾ ഒരു തെളിവെന്ന് പറഞ്ഞ് കൊണ്ടുവരും. ഞാൻ ഫോൺ വിളിച്ചു. എന്തിനാ വെറുതെ ആ മനുഷ്യനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു. അനിയൻ്റെ മാതിരി തന്നെയാണ്. അതൊരു രാഷ്ട്രീയ എന്തോ അല്ലെങ്കിൽ ആർക്ക് എത്ര വലിയ വ്യത്യാസമായിരുന്നു. ഞങ്ങളൊക്കെ ഒരു കാലത്ത് അച്ഛനൊക്കെ ഒരു കുടുംബമായി ജീവിച്ചില്ല. BJP-യിലെ ചേച്ചി BJP-യിലേക്ക് കൊണ്ടുപോയതെന്നാണ് പറഞ്ഞത്. അങ്ങ് ഒരു BJP ആണ്. അല്ല, അദ്ദേഹം ഇടപെട്ട് കൊണ്ടുപോയതെന്നുള്ളതാണ് കോൺഗ്രസ്. ഞാൻ വിളിച്ചില്ല. തെളിവുകൾ പുറത്ത് കൊണ്ടിട്ട് സുപ്രീം കോടതിയിലെ അഭിഭാഷകയുടെ പേരെന്താ ഈ കാര്യത്തിൽ ഒപ്പം നിന്ന് അങ്ങനെ ഒരു പേരെന്തുട്ടാ അവരാണ് അവളോട് ഞാൻ ഇത് എന്ന് പറയുമ്പോഴാണ് അവളെന്നെ ചോദിച്ചിട്ടുണ്ട്. നമ്മളോടൊന്നൊരു വാക്ക് പറഞ്ഞു. അവളൊന്ന് ജീവിക്കുകയല്ല. അതായത് അക്ഷരമായിട്ട് ബന്ധമുണ്ട്. അവള് വിചാരിച്ച ഇതൊരു ശരിയായ സമയമാണ് പോയതെന്ന് കരുതുന്നുണ്ടോ? ഇത് ശരിയായ സമയം എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സാക്ഷിയാണ്. എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ട് ആര് പറഞ്ഞാലും, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന നേതാക്കന്മാർ എന്തുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ ഇത്രയും കൊല്ലം കേട്ടിട്ട് കണ്ണടച്ചിരുന്നവർ എന്തധികാരം എന്നെ പറയും. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കളാണ് ഈ കാണിക്കുന്നത്. അവരെന്തായിരുന്നു, ഏതായിരുന്നു, എൻ്റെ വീട്ടിൽ എന്തായിരുന്നു ഒരു ജോലി എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അപ്പം അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർ അല്ലാണ്ട് ഇങ്ങനെ എന്നെ അവമാനിച്ചത് ഈ വേദന. പത്മജയുടെ മകൾ കൊടിപിടിച്ചിട്ടില്ല, അടി കൊണ്ടിട്ടില്ല, സമരം ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പൊ പറയുന്നത്. ലെഗസിയുടെ പേരിൽ മാത്രം അധികാരങ്ങൾ വെച്ച് നീട്ടപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര നേതാവായത് യൂത്ത് കോൺഗ്രസ് ചാനലിൽ വന്നിരുന്ന ഇതായ എല്ലാവരും നേതാക്കന്മാരാകും. പിന്നെ ഈ പറയുന്ന എന്താ പറയുന്നത്, പണ്ട് രാജീവ് ഗാന്ധിക്കായി അടികൊണ്ടിട്ടാണ്, രാഹുൽ ഗാന്ധി അടികൊണ്ടിട്ടാണ്. അപ്പോൾ പിന്നെ അടികൊള്ളേണ്ട സമയത്ത് ഞാൻ ഒരു ഏജ് ആയിട്ടാണ് ഞാൻ പാർട്ടിയിലേക്ക് തന്നെ അടികൊള്ളേണ്ട പ്രായം കംപ്ലീറ്റ് കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രായമായിട്ടാണ്. അതാണ് പറഞ്ഞത്. താങ്ക് യു. ശരി. അറിയാം. മഹിളാ മോർച്ചയുടെ എൻ്റെ വീഡിയോ പിടിച്ചായിരുന്നു. ഞാൻ വന്നിട്ടില്ല കുറേ നേരം.